അത് ആഗ്രഹമല്ല, കുത്തിത്തിരിപ്പാ. അശ്വതി പോയ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. എന്നാ അനുമോളോട് പോകാൻ പറഞ്ഞാൽ ഞാൻ അയക്കൂല. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. കൊള്ളാം അവളുടെ കുബുദ്ധി. കുബുദ്ധി ശ്രേയമോൾക്കല്ല, നിങ്ങളുടെ ഈ നിൽക്കുന്ന മരുമകൾ തുണിക്കച്ചവടക്കാരിക്കാം. ഇവളാ ഇവിടെ എല്ലാവർക്കും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ആരും പറഞ്ഞിട്ടല്ല ഞാൻ പോവാത്തത്. എനിക്ക് ആ ചീഫ് എഞ്ചിനീയർ കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്തവരുടെ അടുത്ത് ഞാൻ പോവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കെന്റെ പുന്നാലാനിക്കുട്ടി. കേട്ടല്ലോ അനുമോള് പറഞ്ഞത്. ഇനി ഇതും പറഞ്ഞ അവളെ വഴക്ക് പറയെ പേടിപ്പിക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും. എടി അനു, ഈ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരിയെ പോലെ അല്ല എന്റെ മരുമകള്. നല്ല അന്തസ്സുള്ള പൊസിഷനിൽ ഇരിക്കുന്നവളാ. നാളെ നിനക്കൊക്കെ ഒരു ആവശ്യം വന്നാലേ ശ്രേയമോളെ ഉണ്ടാവും. ഇവളുടെ വാക്കും കേട്ടെ നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ശ്രേയമോള് പറഞ്ഞ പോലെ സാരി കൊണ്ട് കൊടുത്തേ അവളുടെ മനസ്സിൽ കേറി പറ്റാൻ നോക്ക്. നിന്റെ ഭാവി സുരക്ഷിതമാവും. നിന്നെ അവള് വലിയൊരു പൊസിഷനിലെത്തിക്കും. ഇവളുടെ വാക്കും കേട്ട് നടന്നാലേ ഇവളെ പോലെ തെരുവിൽ വല്ല കച്ചവടം നടത്തി ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ ആ ചീഫ് എഞ്ചിനീയറുടെ ഒരു അവതാരം എനിക്ക് വേണ്ട. കിട്ടി, അടുത്തതും കിട്ടി. എന്തിനാ അനുമോളടുത്ത് വാങ്ങിച്ചു കൂട്ടുന്നു? ഇപ്പൊ ഞാനോ അമ്മയെ പറഞ്ഞിട്ട് നീ പോയില്ലെങ്കിൽ ശ്രേയ മേഡം നിന്നെ സാരിയും കൊണ്ട് വരുത്തിക്കും. മേഡം വിചാരിച്ചാലേ നടക്കാത്ത ഒന്നുമില്ല. നിന്റെ ഭീഷണിയൊന്നും വേണ്ട, അനുമോള് പോവില്ല. ബ്രോ അക്കുച്ചേട്ടാ ഒരു മിനിറ്റ്. അനുമോളെ, സാരിയും കൊണ്ട് നീ പോണം. മോളെ എന്തായി പറയുന്നത്? അനുമോൾക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് അവളെന്തിനു പോണം? അനുമോള് പോട്ടെ ബാലമ്മേ. അതാ ചോദിച്ചത് എന്തിനാണെന്ന്. ചാരു, നീ എന്തിനാ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അനു എന്തിനു പോണം? കല്യാണ സാരി കൊടുക്കേണ്ടത് നാത്തൂനല്ലേ. അത് സ്നേഹത്തോടെ അനു മതിയെന്ന് ശ്രേയ ഓർഡർ ഇട്ടിരിക്കല്ലേ. പോയി വരട്ടെ. നാത്തൂനായിട്ട് അശ്വതി ചേച്ചി ഉണ്ടല്ലോ, പിന്നെന്തിനാ അനു? ശ്രേയക്ക് അനുവിന്റെ കയ്യിൽ നിന്ന് കല്യാണ സാരി വാങ്ങിക്കണം എന്നല്ലേ ആഗ്രഹം. അത് നടക്കട്ടെ. അനുമോളെ, ചേച്ചി, സാരി കൊണ്ട് മോള് പോണം. ചാരു ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ പോവാം. അപ്പോ അതിനൊരു തീരുമാനമായി. വാമേ. എന്തിനാ മോളെ അനുവിനോട് പോവാൻ പറഞ്ഞത്? നമ്മളിപ്പോ അനുവിനെ അയച്ചില്ലെങ്കിൽ അരവിന്ദേട്ടൻ പറഞ്ഞ പോലെ ശ്രേയ ഒരു ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും വഴിയുണ്ടാക്കും. അത് അനുവിനെ ആയിരിക്കും ബാധിക്കുന്നത്. നമ്മളോടുള്ള ദേഷ്യം അനുവിനോട് കാണിച്ച അവക്കത് സഹിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടിയല്ലേ. അനുവിന്റെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കണ്ട. ബാലമാമന്റെ കൈ കൊണ്ട് താലി എടുത്ത് കൊടുക്കണം എന്നല്ലേ അവളുടെ വാശി. അത് നടക്കാതെ നമ്മൾ നോക്കിയാ പോരെ. മേഡം, മാഡത്തിനെ കോൾ ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്നു. നാളെ വൈകുന്നേരം ഞാൻ മണ്ഡപത്തിലെത്തും. ഞാനവിടെ എത്തുമ്പോഴേക്കും മാഷും കുടുംബവും മുഴുവൻ അവിടെ ഉണ്ടാവണം. നിന്റെ ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും മാഡം. ഓക്കെ. മാഷിനെ കുടുംബത്തെയും തൂക്കിയെടുത്ത് ഞാൻ മണ്ഡപത്തിലെത്തിച്ചിരിക്കും. ധൃതി വേണ്ട, എപ്പോ വേണമെന്ന് ഞാൻ പറയാം. ലക്ഷ്യം വിജയിക്കുന്നത് വരെ എന്തിനു നീ തയ്യാറായിട്ടിരിക്കണം.
പിന്നെ എന്റെ കഴുത്തിൽ താലി കയറുന്നതിന് മുമ്പ് ചിലപ്പോ പലരുടെയും താലി ഊരേണ്ടി വരും. അതുകൊണ്ട് എന്റെ കല്യാണം കഴിയുന്നത് വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആരും നിന്നെ തിരിച്ചറിയാൻ പാടില്ല. എല്ലാം നിന്റെ കൺട്രോളിലായിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ മാഡം. ഓക്കെ. ഗോവിന്ദ, ഒരിക്കലും ഈ വീട്ടുമുറ്റത്ത് പന്തൽ ഉയർന്നതാ. അത് കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. അരവിന്ദന്റെ കൈപിടിച്ച് ചാരുമോളെ ഈ വീട്ടിൽ വന്ന് കയറുമല്ലോ എന്നുള്ള സന്തോഷം. പക്ഷേ അതെല്ലാം തല്ലിക്കെടുത്തിയില്ലേ. ഇന്ന് ഈ ഡെക്കറേഷനൊക്കെ കാണുമ്പോ മനസ്സ് നേറുക. ആയിരപ്പുറ തറവാടിന്റെ പ്രതാപവും അന്തസ്സും ഒക്കെ ഇല്ലാതാവില്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പോലെ നടന്നൊന്നും മുൻവിധിയോടെ കാണാൻ പാടില്ല. നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്യണോ അതോ എന്നെ ആശ്വസിപ്പിക്കുകയാണോ? അത് ബല. എന്നെ ആശ്വസിപ്പിക്കാൻ പാർക്കും കഴിയില്ല ഗോവിന്ദ. ബാലമാമേ, കാന്താരി മുളകിട്ട് ഇഞ്ചിയും ചേർത്ത മോരും വെള്ളം. ഈ ചൂടിനൊരു ആശ്വാസം കിട്ടും. ഇതുകൊണ്ട് ശരീരത്തല്ലേ തണുപ്പിക്കാൻ പറ്റില്ല മോളെ, മനസ്സ് തണുക്കില്ലല്ലോ. ആകാശ് എവിടെ മോളെ? മുറിയിലുണ്ട്. അവനും നീയൊക്കെ മനസ്സ് മടുത്തിരിക്കാന്നറിയാം. ഇവിടെ ഉള്ളവരുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയല്ലേ നമ്മള്. ബാലമാമേ, അങ്ങനെയൊന്നുമില്ല. ഹായ് സാർ, ഞാൻ നിതിൻ, കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇത് അരവിന്ദ് സാറിന്റെ വീടാണോ? അതെ. അരവിന്ദ് സാറിന് റിസപ്ഷനും കല്യാണത്തിനുള്ള കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.